അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തുവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ നീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാക്കുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. മക്കളിങ്ങ് എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? കല്യാണപ്പെണ്ണ് എന്തു പറയുന്നു? സന്തോഷമായോ? ചേച്ചിക്ക് വേണ്ടിയതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വല്യമ്മച്ചി. മറ്റുള്ളവർക്കൊന്നും വാങ്ങിയില്ലേ മക്കളെ? അതിനി സമയമുണ്ടല്ലോ അമ്മേ. ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വാങ്ങാമല്ലോ അമ്മേ. എൻ്റെ കുഞ്ഞങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് ശരീരമൊക്കെ ഒന്ന് നന്നാക്കണം. കല്യാണത്തിന് എൻ്റെ മണവാട്ടിക്കുഞ്ഞ് ഒരുങ്ങി നല്ല മിടുമിടുക്കിയായി പോകണം കേട്ടോ. അല്ലെങ്കിൽ സുന്ദരിയാണ് എൻ്റെ കുട്ടി. എന്നും നല്ല കുട്ടിയായിരിക്കണം. ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം. പിന്നെ കയറി ചെല്ലുന്ന വീട് കൊച്ചിൻ്റെ സ്വന്തം വീടായി കണക്കാക്കണം. അവിടുത്തെ അപ്പനും അമ്മയും ഇനി അന്നക്കൊച്ചിൻ്റെ കൂടി മാതാപിതാക്കളാണ്. ചുരുക്കി പറഞ്ഞാൽ അന്നക്കൊച്ച് റൂത്തിനെ പോലെ ആകണം. റൂത്തോ? അതാരാ വല്യമ്മച്ചി? അതോ പറഞ്ഞു തരാമെന്നേ. മക്കളിവിടെ ഇരിക്ക്. തോമസ് കുട്ടി, നീ ഇവിടെ നിൽക്ക്. നിന്നോടും ചിലതൊക്കെ പറയാനുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വാടി ഗ്രേസിക്കുട്ടി. അതെന്നാ പോക്കാ ജോണിക്കുട്ടി? നിങ്ങൾ കൂടി കേൾക്കാനുള്ളതാ എനിക്ക് പറയാനുള്ളത്. റൂത്ത് അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും. അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. മക്കളെ, വിധവയായ എനിക്ക് എൻ്റെ പുത്രന്മാരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോഴും ചെറുപ്പമാണ്. പുനർവിവാഹം ചെയ്ത് കുടുംബജീവൻ നയിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇല്ല, ഞങ്ങൾ പോകില്ലമ്മേ. ഞങ്ങൾ അമ്മയോടൊപ്പം അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. ഓർഫ, എൻ്റെ മകളെ, അമ്മയെ സങ്കടപ്പെടുത്തരുതേ. നിങ്ങൾ തിരിച്ചു പോകണം. എന്തിന് എന്നോടൊപ്പം വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനിയും പുത്രന്മാരുണ്ടാകുമോ? അമ്മേ, അങ്ങനെയൊന്നും പറയരുതേ. എൻ്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുക തന്നെ വേണം. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഈ അമ്മ വൃദ്ധയായിരിക്കുന്നു. കർത്താവിൻ്റെ കാര്യം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി ഞാൻ അത്യന്തം വ്യസനിക്കുന്നു. അമ്മേ, സങ്കടപ്പെടരുതേ. ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ഓർഫ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുന്നു. രൂത്ത്, എൻ്റെ മകളെ, നീയും നിന്റെ മൃദുഭവനത്തിലേക്ക് പോകുക. ഇല്ലമ്മേ, ഇല്ല. അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുതേ. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരല്ലേ? അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമാണ്. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. എൻ്റെ കുഞ്ഞെ, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും
ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും? കഷ്ടത അനുഭവിക്കുവാനാണല്ലോ കുഞ്ഞെ നീ എന്നോടൊപ്പം വന്നത്. എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ കൊയ്ത്തുകാലമല്ലേ. ഞാൻ വയലിൽ നിന്ന് കാലാ പെറുക്കി വരാം. കാലാ പെറുക്കി ഉപജീവനമാർഗം കണ്ടെത്തുന്നവരെ ആരും തടയാറില്ലല്ലോ അമ്മേ. നീയോ കുഞ്ഞെ? നീ ഒറ്റയ്ക്കോ? അത് വേണ്ട കുഞ്ഞെ, ഞാനും വരാം. അതിനെന്താ അമ്മേ, എനിക്ക് നല്ല ആരോഗ്യമില്ലേ? പിന്നെ അമ്മയെ നോക്കേണ്ട കടമയും എനിക്കല്ലേ. ദയവായി അത് നിഷേധിക്കരുത്. എൻ്റെ ചോദ്യങ്ങൾക്കും വ്യാകുലതകൾക്കും ഉത്തരം നൽകാൻ ദൈവം നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്തു പറയാനാണ്? ആരാണ് ഈ സുന്ദരിയായ യുവതി? ഇവളെ ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്നതാണ്. ഇത് ബോവാസ്, ഞങ്ങളുടെ യജമാനനാണ്. നിന്റെ പേരെന്താണ്? റൂത്ത്. നവോമിക്ക് സുഖം തന്നെയല്ലേ? എന്റെ അന്വേഷണം പറക. നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇവിടെ നിന്നും കാലാ പെറുക്കാൻ അങ്ങ് എന്നെ അനുവദിക്കണം. ശരി, നീ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ അലയണ്ട. ഇവിടെ എന്റെ ദാസിമാർക്കൊപ്പം ചേർന്നുകൊള്ളുക. ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മയാണ് ചെയ്തത്? നിന്റെ ഭർത്താവിന്റെ മരണശേഷം നീ നിന്റെ അമ്മായിയമ്മയ്ക്കു വേണ്ടി ചെയ്ത നന്മകൾ വിലമതിക്കാനാവാത്തതാണ്. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ഈ സ്ഥലത്ത് നവോമിയോടൊപ്പം നീ വന്നത് ഞാൻ അറിഞ്ഞു. ഭാഗ്യമുള്ളവളാണ് നവോമി. നീ അവർക്ക് കർത്താവിൻ്റെ ദാനമാണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തുവല്ലോ. എനിക്കത് മതി. ലോപ്പസ്, നീ ഇവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്നും കുറേശ്ശെ വലിച്ചൂരി അവർക്ക് പെറുക്കിയെടുക്കുവാനായിട്ട് ഇട്ടേക്കുക. ഇവർക്ക് കഴിക്കുവാനും കുടിക്കുവാനും കൊടുക്കുക. ഈ കൊയ്ത്തുകാലം മുഴുവൻ കാലാ പെറുക്കി നീ എന്നെ പോറ്റി. അതെന്റെ കടമയല്ലേ അമ്മേ? അങ്ങനെയെങ്കിൽ സന്തുഷ്ടമായൊരു കുടുംബജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് എൻ്റെയും കടമയാണ്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഒത്തിരി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കുഞ്ഞ് അത് അനുസരിച്ചാൽ മാത്രം മതി. നമ്മുടെ ബന്ധുവായ ബോവാസ് ഇന്ന് രാത്രി കളത്തിൽ വരുന്നുണ്ട്. അതിനെന്താ അമ്മേ? അമ്മ പറയും പോലെ മോൾ അനുസരിക്കുക. നല്ല വസ്ത്രം ധരിച്ച് മെതികളത്തിലേക്ക് ചെല്ലണം. അത്താഴം കഴിയും വരെ ബോവാസ് മോളെ കാണരുത്. അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ നീ അവൻ്റെ അടുക്കൽ ഇരിക്കുക. അമ്മേ, ഞാൻ നിനക്കെന്നെ വിശ്വാസമില്ലേ കുഞ്ഞെ? നിന്റെ നന്മയ്ക്കല്ലാതെ മറ്റൊന്നും ഈ അമ്മ ചെയ്യുകയില്ല. അതിനൊരു തെറ്റുമില്ല മോളെ. യഹൂദ പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. വിവാഹിതനായ പുരുഷൻ മക്കളില്ലാതെ മരിച്ചു പോകാൻ ഏറ്റവും അടുത്തുള്ള ചാർച്ചക്കാരൻ അവളെ വിവാഹം ചെയ്യണം. അതിൽ മക്കളുണ്ടായി ആ കുലം നിലനിർത്തണം. ബോവാസ് നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാണ്, നല്ലവനും ആണ്. അതെനിക്കറിയാം അമ്മേ. പക്ഷേ
ആരാണ് നീ? ആരാണ്? ഞാൻ നിന്റെ ദാസിയായ രൂത്താണ്. എന്താണ് ഈ അസമയത്ത്? അത് അങ്ങേക്കറിയാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. അതാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. അമ്മയോടുള്ള കടമ നിർവഹിക്കേണ്ടതിനാൽ അമ്മയുടെ ആഗ്രഹം എനിക്ക് നിഷേധിക്കാനാവില്ല. അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കുക. നീ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം എത്രയോ വലുതാണ്. ഭയപ്പെടേണ്ട. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. നവോമിയുടെ മരുമകളായ രൂത്ത് ഒരു ഉത്തമ സ്ത്രീരത്നമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാം അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്നെക്കാളും അടുത്തൊരു ബന്ധു നിനക്കുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അദ്ദേഹം നിർവഹിക്കുമോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. ഇല്ല എങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ ചെയ്തിരിക്കും. ഇനി ഞാൻ പൊയ്ക്കൊള്ളട്ടെ? വേണ്ട, ഈ പാതിരാവിൽ ഒറ്റയ്ക്ക് പോവണ്ട. ദയവായി പ്രഭാതം വരെ കാക്കുക. രൂത്ത്, ഇതെന്താണ് കുഞ്ഞെ? ഇത് അദ്ദേഹത്തിൻ്റെ സമ്മാനമാണമ്മേ. അമ്മ പറഞ്ഞത് നേരാണ്. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനാണ്. ബോവാസ് എന്തു പറഞ്ഞു? ഇന്ന് തന്നെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോട് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി എല്ലാം സർവേശ്വരൻ നടത്തിത്തരട്ടെ. വരൂ സ്നേഹിത, ഇവിടെ ഇരിക്കൂ. എന്താ ബോവാസ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ ബന്ധുവായ നവോമിയും മരുമകളും മോവാബിൽ നിന്ന് തിരിച്ചു വന്നത് അറിഞ്ഞു കാണുമല്ലോ. ഉവ്വ്, അറിഞ്ഞിരുന്നു. നവോമി അവളുടെ ഭർത്താവായ എലിമലേക്കിൻ്റെ നിലത്തിൻ്റെ ഒരു ഭാഗം വിൽക്കുവാൻ പോകുന്നു. മനസ്സുണ്ടെങ്കിൽ നീ വാങ്ങുക. അതിന് താല്പര്യമില്ല എങ്കിൽ മടിക്കാതെ അറിയിക്കുക. നിലം ഞാൻ വാങ്ങിക്കോളാം. അതുമാത്രമല്ല, വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അനന്തരാവകാശിയിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി മഹ്ലോൻ്റെ വിധവയും മോവാബിയുമായ രൂത്തിനെ കൂടെ നീ സ്വീകരിക്കണം. അത് സാധ്യമല്ല. കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടും. ബോവാസ്, നിനക്കവളെ സ്വീകരിക്കാമല്ലോ. എന്തിനു മടിക്കണം? ബോവാസ്, നീ ഒന്നും പറയുന്നില്ല. എലിമലേക്കിൻ്റേതും മഹ്ലോൻ്റേതും കില്യോൻ എന്നിവരുടേതുമായ നിലങ്ങൾ എല്ലാം ഇന്ന് ഞാൻ നവോമിയോട് വിലയ്ക്ക് വാങ്ങുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ മഹ്ലോൻ്റെ വിധവയും മോവാബിയുമായ രൂത്തിനെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. മരിച്ചവരുടെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതെ അനന്തരാവകാശിയിലൂടെ അത് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. പ്രിയ ബോവാസ്, ഈ നന്മയ്ക്ക് ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുത്തുന്ന സ്ത്രീ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെയാകട്ടെ. നീ എഫ്രാത്തയിൽ ആശ്വാസവാനും പ്രബലനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമായിരിക്കാം. യഹൂദർക്ക് താമാറിൽ ജനിച്ച ഫേരസിന്റെ ഭവനം പോലെ റൂത്തിൽ നിനക്ക് ജനിക്കുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. Hold on to Jesus. 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 Hold on to Jesus.
jumru 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 re. Sing la la Gloria. Jumru 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 re. Sing la la Gloria. Jumru 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 re. Sing la la Gloria. Jumru 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 re. வானத்துக்கும் பூமிக்கும் மேலானவர், ஜீவனுள்ள நாட்கள் எல்லாம் தேவையானவர். வானத்துக்கும் பூமிக்கும் மேலானவர், ஜீவனுள்ள நாட்கள் எல்லாம் தேவையானவர். ஒருபோதும் என்னை விட்டு விலகாதவர், ஒருபோதும் என்னை விட்டு விலகாதவர். என்னை என்றும் கைவிடாம காத்துக் கொள்பவர், என்னை என்றும் கைவிடாம காத்துக் கொள்பவர். சிங்கலாலா சிங்கலாலா Gloria. Jumru 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 re. Sing la la Gloria. Jumru 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 re. Sing la la Gloria. Jumru 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 re. Sing la la Gloria. Jumru 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 re. നിന്റെ ചെറുമകൻ എത്ര സുന്ദരനാണ്. എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം. നിനക്ക് ഒരു അനന്തരാവകാശിയെ തന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നവോമി, ഇവൻ വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. അതെ അതെ, നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാളും വിലപ്പെട്ടതുമായ റൂത്തിന്റെ മകൻ നിന്നെ സംരക്ഷിക്കാതിരിക്കുമോ? നിന്റെ ഭാഗ്യമാണ്. നമുക്കിവനെ ഒബേദ് എന്ന് വിളിക്കാം. ഒബേദ് ഒബേദ്. ഇതാണ് രൂത്തിൻ്റെ കഥ. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി എന്നാ? ഞാൻ റൂത്തിനെ പോലെ ആയിരിക്കും വല്യമ്മച്ചി. വളരെ നല്ലത്. വാർദ്ധക്യത്തിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ തണലാകുമ്പോൾ സർവശക്തനായ ദൈവം എന്നും നമുക്കും തണലായിരിക്കും. ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. തലമുറകൾ തോറും സർവശക്തൻ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. വല്യമ്മച്ചി, ഈ അച്ചാച്ചനും കുറച്ച് ഉപദേശം കൊടുക്കണ്ടേ നമുക്ക്? ഓ, എന്നെ ഉപദേശം കൊടുക്കാൻ? അവൾ പറഞ്ഞതിലും കാര്യമുണ്ടടാ കുട്ടാ. മക്കളെ വല്യമ്മച്ചി ഉപദേശിക്കുവാണെന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പഠിപ്പും വിവേകവുമുള്ള കൊച്ചനല്ലേ നീ. സ്ത്രീയും പുരുഷനും 2 വ്യക്തികളാണ്. ആർക്കും അടിമയല്ല. സ്ത്രീയെ ബഹുമാനിക്കാൻ ആൺമക്കളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് നിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് വല്യമ്മച്ചിക്കറിയാം. ഗ്രേസിയെ, പിന്നൊരു കാര്യം, വീട്ടിൽ കയറി വരുന്ന പെങ്കൊച്ച് നിന്റെ മകനെ പരിചരിക്കാൻ വരുന്നതല്ല കേട്ടോ. നിന്റെ മകനൊപ്പം പരസ്പര സ്നേഹത്തോടെ ബഹുമാനങ്ങളോടെ ജീവിക്കാൻ വരുന്നതാണേ. മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനിയിപ്പോ സന്ധ്യാപ്രാർത്ഥന മുടക്കണ്ട.